പെരുന്നാളായിരിക്കും. എങ്ങനെയുണ്ട് ഉമ്മ? അറിയില്ലല്ലോ ഓർക്കാപ്പുളിയാണെന്ന്. എന്തുവാ വേണ്ടേ? ഓക്കെ. ജ്യൂസ് എന്താ വേണ്ടേ? കട്ടൻ ചായ, കാജാവീട്. ഇമ്മ ഇന്ന് അപ്പോൾ തന്നെ നമ്മൾ രാവിലെ തന്നെ അരീക്കോട് പോയിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് ചോദിച്ചാൽ ഡോക്ടറെ കാണിക്കാനാണ് കേട്ടോ. നമ്മൾ ആശുപത്രി പോയതായിരുന്നു. ഉമ്മാക്ക് ചെറിയ കാൽവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ച് കാണിച്ചു വന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മാക്ക് ഷവർമ്മ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഒരു കൂൾ ബാറിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷമാണ് നമ്മൾ നോമ്പ് പരിപാടികളൊക്കെ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. ക്രോണിമ്മ മക്രോണിതാ പകുതിയല്ലോ, ഫുള്ള് കഴിക്കണം. സോസ് വേണ്ടേ? അപ്പം ഇന്നും കട്ടൻ ചായ പറയില്ലേ, കട്ടൻ ചായ മാറ്റി പിടിച്ചിട്ട് ഗൈസ്. പകുതിയല്ല, ഞാൻ കഴിച്ചോളാം. അപ്പോൾ തന്നെ നമ്മൾ നനച്ചുള്ളിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പരിപാടികൾ തന്നെയാണ് ഇന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല ഇന്ന് വേറൊരു റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു വീടിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 വീഡിയോ ഇട്ടിട്ടുണ്ട് ഹോം ടൂർ. അപ്പോൾ അത് കാണാത്തൊരു താഴെപ്പോട്ട് കാണാം കേട്ടോ. നമ്മൾ ഓടിൻ്റെ വീടാണ്, ചെറിയ വീടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ മുകളിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ മുൻഭാഗമെല്ലാം ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. ഏറ്റവും ടാസ്ക്കുള്ളൊരു പരിപാടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രില്ല് ഓരോ ഭാഗങ്ങളായി തുടച്ചെടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും ചെയ്യും. കാരണം ചെറിയ ചെറിയ അഴികളായതുകൊണ്ട് പണി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈവനിങ് ആണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം രാവിലെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് പോയതുകൊണ്ട് പിന്നെ വന്നപ്പോൾ കുറച്ച് ലേറ്റായി, പിന്നെ വെയിലായി. അതുകൊണ്ട് ഈവനിങ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 5 മണി 4:30 ആ ടൈമിലാണ് ഞാൻ ഈ ഒരു പരിപാടി. അപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. നല്ല ലേറ്റസ്റ്റ് കളക്ഷൻ, പാർട്ടി വെയർ ഉണ്ട്, നോർമലി ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനുള്ളത് തന്നെയാണ് ഉള്ളത്. പിന്നെ വെസ്റ്റേൺ ടൈപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. വേണ്ടവരൊന്ന് വേഗം അതിൽ ബുക്ക് ചെയ്യുക. കാരണം എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ID അതുപോലെ തന്നെ നമ്മളെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റ വഴി ഒന്ന് നോക്കുക. കാരണം ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട്. ഇനി നമ്മൾ പുതിയ വന്നിട്ടുള്ള പിക്ക് എടുക്കാനുണ്ട്. അതെടുത്തതിന് ശേഷം എന്തായാലും ഷോർട്ടാക്കി ഞാൻ ഇടാം കേട്ടോ. റൈറ്റും മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വേണ്ടവർ വാട്സപ്പ് വഴിയോ, ഞാൻ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുക്കും, വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം വഴിയോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. റോസ് പെറ്റൽസാണ് നമ്മളെ ഓൺലൈൻ സ്റ്റോറിൻ്റെ പേര് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രില്ലായാലും താഴെഭാഗമായാലും ഉരച്ചെടുക്കുന്നത് നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വാങ്ങിക്കില്ല ഒരു ഓയിൽ. അപ്പോൾ ആ ഒരു ഓയിൽ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് ചളിയൊക്കെ അഴുകി പോരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ സർഫും പൊടിനായിട്ട് നല്ല രീതിയിൽ ക്ലീൻ ആവുന്നുണ്ട്. അപ്പം ഞാൻ ഇതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ലിക്വിഡായിട്ട് വാങ്ങൂലേ മാർക്കറ്റിൽ നിന്നൊക്കെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്, ആ ഒരു ജെല്ലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയാണ്. പെട്ടെന്ന് നമ്മുടെ ചെളിയൊക്കെ അഴുകി പോരുന്നുണ്ട്. പുളിഞ്ചിനെ വെല്ലുന്ന
അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കി തരാൻ പോവാ. പുളിഞ്ചി തന്നെയാണ്, പക്ഷേ നമ്മൾ പുളി കൊണ്ടല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ ഈ ഒരു ഓർക്കാപ്പുളി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു മാറ്റമാണ്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന പുളിഞ്ചിനായിട്ടിലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി മുളക് അതുപോലെ തന്നെ ഞാനിതാ കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ ഓർക്കാപ്പുളി. പല വീടുകളിലും ഇത് കേടായി പോയാൽ ആരും യൂസ് ചെയ്യാറില്ല. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഞാനിതത് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഓവർ ചെറുതാക്കണമെന്നില്ല, നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ ഒരു മെഷീനോട് തന്നെയാണ് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളാണ് അല്ലേ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒട്ടും തന്നെ നിങ്ങളെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളെ തൊടുവിലൊക്കെ ഉള്ള ഓർക്കാപ്പുളി നിങ്ങൾ മിസ്സാക്കൂല. അത്രയും ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. കാരണം ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പം നല്ല കഴുകിയതിന് മുകളിലെല്ലാം ഞെട്ടിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മളിതാ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പം വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിതാ ജ്യൂസർ മെഷീനിലിട്ട് അടിച്ചെടുക്കുക. അപ്പം ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ. പിന്നെ ഇതാ ഞാൻ ശർക്കര വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചെമ്പട്ടിയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ എന്താണ് നിങ്ങൾ ആഡ് ചെയ്യുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതാ കടുക് ഇട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ചെറിയ പീസാക്കി അരിഞ്ഞതോടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. കാരണം അടാറ് ടേസ്റ്റുള്ളൊരു സംഭവമാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവർ ഉപ്പല്ല കേട്ടോ, കുറച്ച് ഉപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമുക്കിത് മധുരമുള്ള സംഭവമാണല്ലോ. അതിനുശേഷം ഞാൻ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ജ്യൂസാക്കി അടിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അരിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ അടിച്ചെടുത്ത ആ ഒരു അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചൊരു തിക്കായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഒരുപാട് വെള്ളം കൂട്ടി അടിക്കണം എന്നില്ല. കാരണം അതിലൊക്കെ വെള്ളത്തിന് അംശം ഉള്ളതല്ലേ. അപ്പോൾ അത് ഞാനിത് അതിൽ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിങ്ങനെ കുറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കണം. അപ്പം ഞാനിതാ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിതാ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മളിതിലേക്ക് ശർക്കര പാനി ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരത്തെ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ പുളിഞ്ചി ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. അപ്പോൾ അത്യാവശ്യം അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇളക്കിയെടുത്തതിന് ശേഷം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി തണുത്താൽ ഇതിലേറെ തിക്കാവും കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ല. നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കുന്നതായിട്ടിൽ ഡബിൾ ടേസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഒരു തരത്തിലുള്ള കേടുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. പല വീടുകളിലും ഈ ഒരു പുളി കേട് വന്ന് താഴേക്ക് കിടക്കുന്നത് ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തായാലും ട്രൈ ചെയ്യട്ടോ. അല്ലെങ്കിൽ നിങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ സുലഭമായി കിട്ടുന്ന ടൈമിൽ ഇതുപോലെ പുളിഞ്ചി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കുക. ഇക്കയുടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയ പുളിഞ്ചി എങ്ങനെയുണ്ടോ നോക്കൂ, ടേസ്റ്റ് ഉണ്ടോ നോക്കൂ. എന്തുകൊണ്ടാണെന്നും പറയണം. എന്തുകൊണ്ടാ ഒരു ഐഡിയ ഉണ്ടോ? അല്ല, ഓർക്കാപ്പുളി കൊണ്ട്. ഇത് ഓർക്കാപ്പുളി കൊണ്ട് അതൊന്നും അറിയില്ലല്ലോ. ഉപ്പും അല്ല, അതൊക്കെ എരിവ് വേറുണ്ടോ? അപ്പോൾ പുളിഞ്ചി ഇത് ഫൈനലി നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഉമ്മാനോട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. കാരണം ഉമ്മാക്ക് മധുരമുള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണല്ലേ. എനിക്ക് പുളിഞ്ചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കല്യാണ വീട്ടിലായാലും പുളിഞ്ചി ഉണ്ടെങ്കിൽ ഞാനത് മിസ്സാക്കാറില്ല. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോവാണ്. ഉമ്മാൻ്റെ അഭിപ്രായം ഒന്ന് കേൾക്കാം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പുളിഞ്ചിയാണ്. അപ്പം എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞേര്. നല്ല തിക്കായിണല്ലേ അമ്മ? ഞാൻ പിടിച്ചോളാം. ഉമ്മാക്ക് പിന്നെ മധുരം കിട്ടിയാൽ പിന്നെ അന്നത്തെ ദിവസം പെരുന്നാളായിരിക്കും. എങ്ങനെയുണ്ട് ഉമ്മ? അറിയില്ലല്ലോ ഓർക്കാപ്പുളിയാണെന്ന്.
പറയുമ്പോൾ അതിൽ പൊടി ഒന്നും കലക്കി പറഞ്ഞില്ല, അത് തിക്കായത് തന്നെ. ഇതാ ഓർക്കപ്പൊടി മാത്രമല്ല ശർക്കരയും ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ശരിപ്പൊളി രക്ഷയില്ലല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണല്ലേ, വീട്ടിൽ വെറുതെ കളയല്ലേ, തോട്ടത്തിലും തൊടിയിലൊക്കെ ഇങ്ങനെ ഉപ്പിലൊക്കെ കുറേ ദിവസം നങ്കരിച്ചൂടെ. ഓ ഫ്രിഡ്ജിലും വെക്കാം അല്ലാതെയും വെക്കാം. പിന്നെ അത് മാത്രമല്ല ഇതിനോട് അറിയില്ല ഒരു ഇതില്ലല്ലോ, ചോയിന്റെ മറ്റേതാന്ന് നമ്മൾ പോർത്തിട്ട് മാത്രം അറിയുന്നുള്ളൂ. അതാന്ന് അല്ലെ ഇപ്പം ഇതെന്താന്ന് ചോദിച്ചു. ഞാൻ അത് കൂട്ടീന്, പക്ഷെ ഇത്ര ടേസ്റ്റിൽ കൂട്ടിയില്ല, ആരും തന്നില്ല. നല്ല തിക്കായിട്ടുള്ളത് തന്നെയാണ്, നമ്മൾ കടകൊക്കെ ഇട്ടിട്ട് ഇതാക്കിയതാണ്. നല്ല പാകത്തെ മധുരമല്ലമ്മ, മധുരം ഉണ്ടായിട്ടാ അത് ടേസ്റ്റ്. ഉമ്മാക്ക് പിന്നെ മധുരത്തിന്റെ ആളാണ്. ഇനിയിപ്പോൾ അത് കയ്യണേരെ വെറുതെ വെക്കുമ്പോൾ തന്നെ കരം പണി കൊത്തി തിന്ന. നെയ്യിട്ട പത്തിരിൻ്റെ മോളെ എപ്പത് നെയ്യിട്ട പത്തിരിൻ്റെ മോളെ എനർജിക്ക് എന്നാ കഴിച്ചോ. അത് നമുക്ക് എന്തിലാക്കി വെക്കുന്നത്? കുപ്പി വരണേ, കുപ്പിൻ്റെ ഈ ഹോർലിക്സിൻ്റെ ഉപ്പില്ലേ, അത് 2 എണ്ണത്തിലാക്കാം. ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ, നമ്മൾ കുറച്ച് ടേസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതാ എന്താ ടേസ്റ്റ്. ചോറിട്ടപ്പോൾ തിന്നാൻ ഗ്യാപ്പില്ല, അല്ലെങ്കിൽ ചോറിട്ട് തിന്നേനി. നെയ്യിട്ട പത്തിരിന്നില്ലേ, ഇനി കഴിക്കാലോ, രാവിലെ ആയോ. അപ്പം നിങ്ങളതൊട്ടും പ്രതീക്ഷയില്ലല്ലോ എത്ര ടേസ്റ്റ് ഉണ്ടാവുന്നേ. ഇതാ ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഒരു ബോട്ടിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം നല്ല തിക്കായിട്ടുണ്ട്, അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. ആ ഒരു കുറച്ച് പൊളിയിൽ തന്നെ ഇതാ ഭരണിയിലാക്കുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു ബോട്ടിലാക്കി വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിച്ചാൽ കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ആ ഉണ്ടാക്കിയതുകൊണ്ട് ഇതാ 2 ബോട്ടിൽ. ഇത് എത്രയുണ്ട് അമ്മ? 500 700 800 ഉണ്ടാവുള്ളൂ. കുറച്ച് സൈഡ് നോക്കിയതല്ലേ, 1 കിലോനൊക്കെ ഉണ്ടായി, പക്ഷെ കുറുകിയെന്നപ്പോഴേ. അപ്പോൾ ഇതാ കണ്ടില്ല, നമ്മൾ ഇതുപോലത്തെ 2 ബോട്ടിലാക്കി മാറ്റി വെക്കുകയാണ്. അപ്പോൾ ചെറിയ ബോട്ടിൽ ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി. ഇത് നമ്മൾ ഫ്രിഡ്ജ് വെക്കലമ്മ. ഫ്രിഡ്ജ് വെക്കണോ? തീരുവില്ലേ? അല്ല തീരും, എന്നാലും ഫ്രിഡ്ജ് വെക്കാം. ഞാൻ തൽക്കാലം ഫ്രിഡ്ജ് വെച്ചോ. ഓക്കെ, അത് നാളെ തന്നെ എടുക്കും ചെയ്യാം. ഇത് 2-3 നേരത്തിനേ ഉണ്ടാവുള്ളൂ. 2-3 നേരത്തിനേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതാ നമ്മൾ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കാരണം ടൈലിൽ നല്ല കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ തുടക്കുകയാണെങ്കിൽ കൂടി നമ്മൾ ബ്രഷ് ഇട്ടൊക്കെ തുടക്കാത്തതുകൊണ്ട് ചെറിയ ചെറിയ കറകളൊക്കെ ഉണ്ട്, പല്ലിയുടെ കാഷ്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഉള്ളിലൂടെ വന്നിട്ട് ഞാൻ പൈപ്പ് ഇട്ടിട്ടാണ് ഉരച്ചെടുക്കുന്നത്. അതാകുമ്പം ഭയങ്കര സിമ്പിളാട്ടോ. നിങ്ങളെങ്ങനെ ഉരച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഓസ് ഇട്ടിട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഒരുപാട് ബക്കറ്റ് വെള്ളം കൊണ്ടതിൻ്റെ ആവശ്യമില്ല. ഇതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ വീടിൻ്റെ നനച്ചുകളൊക്കെ എവിടെ എത്തി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഓസ് പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പരിപാടി കഴിയും. അതിനുശേഷം ഞാനിതാ നല്ല രീതിയിൽ ഉരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറേ ചപ്പൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാനിതാ ഒരു ചൂല് കൊണ്ട് ഇങ്ങനെ അടിച്ച് മാറ്റുകയാണ്. ചൂല് നല്ല കഴുകിയതിന് ശേഷമാണ് അകത്തേക്ക് എടുത്തത് കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട ചെളിയല്ലേ എന്ന്. അപ്പോൾ ഇത് ഇനി ഒരുപാട് വെള്ളത്തിൽ ഞാൻ കഴുകിയതിന് ശേഷമാണ് തുടച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ 2ാമത്തെ ഇതിലാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അവിടെ തുടച്ചതിന് ശേഷം ഇതാ ഞാൻ ചെയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചെയർ നമ്മൾ പുറത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അടിയിൽ ഞാൻ ഷീറ്റ് വിരിച്ചതാണ്. കാരണം നമ്മൾ ആ ഒരു ചെയറിൻ്റെ താഴ്ഭാഗം മണ്ണിലായാലും നമുക്ക് ഉരച്ചെടുക്കുന്നതിന് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനിതാ ഒരു ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ആ ഒരു കസാര വെച്ചിട്ടുള്ളത്. അപ്പോൾ മരത്തിൻ്റെ കസാര തന്നെയാണ്, കുറേ ചപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാനിതാ ഉരച്ചെടുക്കുകയാണ്. ഇതും ഞാൻ നമ്മുടെ പാത്രം കേൾക്കുന്ന ലിക്വിഡ് കൊണ്ട് തന്നെയാണ് ഇതും ഉരച്ചെടുക്കുന്നത്. എനിക്കത് വെച്ചിട്ട് നല്ല രീതിയിൽ ചെളി പോരുന്നുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതവിടെ 3 ചെയറാണ് നമ്മളെ മുന്നിലുള്ളത്. അത് 3ഉം നമ്മൾ ക്ലീൻ ചെയ്ത് അവിടെ ഞാൻ ഉള്ളിൽ തുടച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു 4-5 പ്രാവശ്യം അടിച്ചതിന് ശേഷം ഇതാ തുടച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉരച്ചതിന് ശേഷം ഉള്ളിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ഇനിതാ ഞാൻ തിണ്ടൊക്കെ ഉരച്ചെടുക്കുകയാണ്. ഈ തിണ്ടിൽ എത്ര ഉരച്ചിട്ടും കാര്യമില്ല, കോഴികൾ വന്നിട്ട് ആകെ വൃത്തികേടാക്കും. അവർ അപ്പിടുമോ, അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ചെടിയൊക്കെ ഇവിടെ വെക്കുന്നതുകൊണ്ട് തന്നെ ആ ചെടിയത്തെ മണ്ണൊക്കെ ആകെ കിളച്ചാണ്ട് ഇതിലൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ഈ ഒരു തിണ്ടിൽ ചെളി വരാറുണ്ട്. കാരണം നല്ല രീതിയിൽ ഉരച്ചെടുക്കുക തന്നെ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴികളോണ്ട് ചിലപ്പോൾ ഭയങ്കര ശല്യമാണ്.
അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക് ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവനിങ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം രാവിലെ ആയ ഒരുപാട് വേറെ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഫുൾ ക്ലീൻ ചെയ്തതാ നമ്മൾ ഈ ഗ്രില്ലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ തറയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ ഉൾഭാഗം ഫുള്ള് കുറച്ച് ക്ലീൻ ചെയ്തതാ. നമ്മളെ ചെയറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അതൊന്ന് ഉണങ്ങണം. മൊത്തത്തിൽ നമ്മളിതാ ക്ലീൻ ചെയ്തൊന്ന് വൃത്തിയാക്കി. അപ്പോൾ ഇതാ ഇവിടെയുള്ള അഴുക്കൊക്കെ പൊരിച്ച് ഈ ഗ്രില്ലിൻ്റെ ഈ ഗ്രില്ലെന്ന് പറഞ്ഞാൽ ഇത് തുരുമ്പടിച്ചാണ്. പക്ഷേ ഇവിടെയൊക്കെ നല്ല അഴുക്കുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ ഗ്രില്ലും ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ തറയൊക്കെ നമ്മൾ ഇരുന്ന് അരച്ചിട്ടുണ്ട്. ഒരു ബ്രഷ് എടുത്തിട്ട് ഫുൾ ക്ലീൻ ആക്കിയതാ നമ്മളെ. അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞു കൊട്ടാരം കേട്ടോ, സിറ്റ് ഔട്ടാണിത്. അപ്പോൾ ഇത് അവിടെ ഫുൾ ക്ലീൻ ചെയ്ത് തറക്കതാ നമ്മൾ ബ്രഷ് എടുത്ത് ഉരച്ചെടുത്തിട്ടുണ്ട്. ടോട്ടലി ഇത് ക്ലീൻ ചെയ്തെടുത്ത്. അപ്പോൾ മുൻഭാഗം മൊത്തം കഴിഞ്ഞിട്ടോ, നമ്മളെ ഗ്രില്ലും അതുപോലെ തറയും അതുപോലെ തന്നെ ഈ ചെയറും ഞാൻ ക്ലീൻ ചെയ്തെടുത്ത്. പിന്നെ ആ ഒരു ജനവാതിൽ, ഇനി ആ 2 വാതിലുണ്ട്, നാളെ ചെയ്യാം. ഏകദേശം നല്ല ടയേർഡായിട്ടുണ്ട്. കാരണം ഈ ഒരു ഭാഗത്തെ ഗ്രില്ലും തറയെല്ലാം കൂടി ആയപ്പം അത്യാവശ്യം ഇതായിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടില്ല, നഞ്ഞൊട്ടി ഒരു വിധമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഡയലോഗ് തന്നെയാണ്, നമ്മൾ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നനച്ചുകുളിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. നമ്മൾ ഒരുപാട് ഭാഗങ്ങളായിട്ട് മുന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ താഴെപ്പോട്ട് കാണുക. അതിൽ കുറേ ടിപ്സൊക്കെ പറയുന്നുണ്ട്, നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നൊക്കെ. അപ്പോൾ തന്നെ നമ്മൾ മുൻഭാഗത്തെ നമ്മളെ ഗ്രില്ലും അതുപോലെ തന്നെ സിറ്റ് ഔട്ടും ഈ ഒരു തിണ്ടൊക്കെ നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. കുറേ ചെടികളൊക്കെ ആയിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ തന്നെ